ഞാനിപ്പോൾ സന്നിധാനത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ശബരിമല മകരവിളക്ക് മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നായാട്ടുവിളി. ആ നായാട്ടുവിളിക്ക് ഒരു എപ്പോൾ അവർ ഒരു പൈതൃകമായി കിട്ടുന്ന ഒരു ചുമതലയാണ്. അപ്പോൾ ആ കുടുംബം അംഗങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മകരവിളക്ക് ചടങ്ങുകൾ, ഈ ദീപാരാധനയും മകരവിളക്കും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണിമണ്ഡപത്തിൽ നടക്കുന്ന ഘോഷയാത്ര, ആ ഘോഷയാത്രയുടെ സമയത്ത് താഴെ 18-ാം പടിയിൽ വന്നിട്ടുള്ള നായാട്ടുവിളി, അതിൽ കൃത്യമായി ഭഗവാന്റെ വീരചരിതങ്ങൾ മുഴുവൻ എങ്ങനെയാണ് ഭഗവാൻ ഒരുപക്ഷെ ശബരിമല അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് ഒരുപാട് തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലഭിക്കാവുന്ന ഒരു തെളിവായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത് ഈ നായാട്ടുവിളി സംഘം പാടുന്ന ആ പാട്ടുകളാണ്, ആ നായാട്ടുവിളിയാണ്. ആ നായാട്ടുവിളിയിൽ അയ്യപ്പസ്വാമിയുടെ മുഴുവൻ വിവരണങ്ങളുമുണ്ട്. അതിൽ ആര്യൻ കേരളൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. ആര്യൻ കേരളൻ, കാന്തമലയിൽ ഉണ്ടായിരുന്ന ആര്യൻ കേരളൻ. ആ ആര്യൻ കേരളന്റെ ജന്മത്തെക്കുറിച്ചൊരു കഥയുണ്ട്. ജയന്തൻ നമ്പൂതിരി പന്തളൻ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ച് പൊന്നമ്പലമേട്ടിൽ വസിച്ചുവെന്നും അവിടെ വെച്ച് കുഞ്ഞുണ്ടായെന്നും അതാണ് ആര്യൻ കേരളൻ എന്നും പറയുന്നുണ്ട്. ആര്യൻ കേരളൻ ആ നായാട്ടുവിളിയിലെ പാട്ടിനകത്ത് തന്നെ ആര്യൻ കേരളൻ കൈലാസത്തിൽ പോയി എല്ലാ വിദ്യകളും പഠിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നിന്ന് ഈ സഹ്യാദ്രിയിൽ നിന്ന് കൈലാസം വരെ പോയി മഹാദേവന്റെ സവിധം വരെ പോയി തിരിച്ചു വന്ന അയ്യപ്പ സ്വാമിയാണ് നമുക്ക് ഈ സഹ്യാദ്രിയിൽ, ഈ ശബരിമലയിൽ, ഈ കാനന ക്ഷേത്രത്തിൽ ജടമുടി ചൂടിയ ഈ കാനന നടുവിൽ ഒരു മഹാക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഇവിടേക്കാണ് കാന്തം പോലെ ആ അയ്യപ്പസ്വാമി എല്ലാ അയ്യപ്പ ഭക്തരെയും ആകർഷിക്കുന്നത്. എങ്ങനെയാണോ അയ്യപ്പസ്വാമി ശാസ്താവിൽ വിലയം പ്രാപിച്ചത്, അതേ രൂപത്തിൽ തന്നെയാണ് ഓരോ സ്വാമിമാരും 41 ദിവസം മുദ്രയണിഞ്ഞ് മണ്ഡലവ്രതം നോറ്റ് ഇവിടേക്ക് എത്തുന്നത്. അതുതന്നെയാണ് മണ്ഡലവ്രതം നോട്ട് ഇവിടേക്ക് എത്തുന്നത് പോലെ തന്നെ ഇപ്പോൾ അയ്യപ്പന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അയ്യപ്പന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അയ്യപ്പൻ പന്തളത്ത് രാജാവിന്റെ ദത്തുപുത്രനായി ജനിച്ചു എന്ന് പറയപ്പെടുന്നു, ദത്തുപുത്രനാണെന്നും യോദ്ധാവാണെന്നും പറയപ്പെടുന്നു. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തായാലും അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളെല്ലാം തന്നെ ഉണ്ട്. അതിനുശേഷം അമ്മയ്ക്ക് പുലിപ്പാൽ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ കഥകളൊക്കെ തന്നെ. പക്ഷേ അതിനേക്കാൾ ഉപരി കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു തെളിവായി കാണാൻ സാധിക്കുക ഈ പറയുന്ന എരുമേലിയിലേക്ക് വരികയും എരുമേലിയിൽ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉദയൻ എന്ന് പറയുന്ന കാട്ടുരാജാവ് ആ പന്തളം ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വന്ന സമയത്തും നേരെ ഒറ്റയ്ക്ക് സ്വന്തം പടയുമായി ഇറങ്ങി, അന്ന് വളരെ ചെറുപ്പമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, സ്വന്തം പടയുമായി ഇറങ്ങി നേരെ എരുമേലിയിലേക്ക് വരുന്നു. എരുമേലിയിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ ആ നാട്ടിലെ രാജാവായിട്ടുള്ള വാവരുമായി സൗഹൃദത്തിലാവുന്നു. ആദ്യം തർക്കങ്ങളുണ്ടായി, പിന്നീട് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കുന്നത് വാവരും അയ്യപ്പനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വാവരെ തോഴരാക്കിക്കൊണ്ട് ഉദയനെ ആദ്യം വധിക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ഏറ്റവും കൂടുതൽ എരുമേലിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ എരുമയുണ്ടായിരുന്നു. എരുമയെ കൊല്ലി എന്നാണ് അറിയപ്പെട്ടത്. എരുമയെ കൊല്ലി എന്ന് പറഞ്ഞാൽ എരുമേലിയായി മാറി. ആ എരുമയും വഹിച്ചുകൊണ്ട് ഈ അയ്യപ്പനും പരിവാരങ്ങളും ഒക്കെ നേരെ വന്നത് കാളകെട്ടിയിലാണ്. കാളകെട്ടിയിൽ പണ്ട് പരമശിവൻ വന്ന് കാളയെ കെട്ടിയ സ്ഥലമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ കാളയെ കെട്ടി ആ കാളകെട്ടിയിൽ വന്ന ആ ക്ഷേത്രത്തിന്റെ പരിസരത്തിരുന്നും അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അതിനുശേഷം ക്ഷീണിതനായ അയ്യപ്പൻ നേരെ അഴുതാ നദിയിൽ വന്ന് കുളിച്ച് അതിനുശേഷം ഓരോ കല്ല് അയ്യപ്പനും പരിവാരങ്ങളും ഓരോ കല്ലെടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അഴുത കയറുമ്പോൾ കഴുതയെ പോലെ അണയ്ക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് സത്യമാണ്. ഞാൻ കയറി പോയിട്ടുള്ളതാണ്. അഴുതാ കയറ്റം കയറി ആ സമയത്ത് അവിടെ നിന്ന് നേരെ ആ ഇഞ്ചപ്പാറക്കോട്ടയ്ക്ക് സമീപത്ത് കൊണ്ടുവന്ന് ആ പറയുന്ന ആ എരുമയെ നിക്ഷേപിച്ചു. അതിനുശേഷം അഴുതയിൽ നിന്നെടുത്ത കല്ല് അവിടെ നിക്ഷേപിച്ചു എന്നുള്ളതാണ് കഥ. അതിലെടുത്ത് പറയേണ്ടത് നമ്മൾ പറയേണ്ട ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം അയ്യപ്പൻ നമുക്ക് കാട്ടിത്തരുന്നത്, അതായത് നമ്മളുടെ മനസ്സിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടചിന്തകളുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടോ അവയെല്ലാം നശിപ്പിച്ച് അല്ലെങ്കിൽ കല്ലടാംകുന്നിലിട്ട് ആ നമ്മുടെ മോശം സ്വഭാവങ്ങളെല്ലാം ആ കല്ലടാംകുന്നിൽ നിക്ഷേപിച്ച ശേഷം നമ്മൾ നേരെ തിരിച്ച് അയ്യപ്പ സവിധത്തിലേക്ക് വരിക. കരിമല മുകളിലൂടെ കരിമല കയറി അരിയാനോട്ടവും ചെറിയാനോട്ടവും വന്ന് അവിടെ വരുന്ന വഴിക്ക് ഒരു ക്ഷേത്രമുണ്ട്. മുക്കുഴി എന്ന് പറയുന്ന ക്ഷേത്രമാണ്, ദേവീക്ഷേത്രമാണ്. ആ കാണുന്ന നടുവിലുള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ നമുക്ക് റോഡ് വഴി മുക്കുഴിയിലേക്ക് പോകാൻ സാധിക്കും. അത് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. പക്ഷേ പണ്ട് കാലങ്ങളിൽ വെച്ചാൽ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ നടന്നു വരുന്ന സമയത്തൊക്കെ തന്നെ ആ കാനനത്തിലൂടെ മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ രാത്രികാലങ്ങളിൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെയാണ് അതിലെ കൂടെയൊക്കെ തന്നെയാണ് അയ്യപ്പൻ നേരെ വന്ന് ഈ ക്ഷേത്രം കണ്ടെത്താൻ വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു. നീലിമലയായാലും പശ്ചിമേടായാലും അങ്ങനെ വന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അയ്യപ്പൻ സഞ്ചരിച്ചതിൻ്റെ ഓരോ ചരിത്രങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ എന്ന് പറയുന്നത് സങ്കല്പം മാത്രമല്ല, അതുണ്ടായിരുന്നതാണ്. അത് എല്ലാവർക്കും ഉണ്ടായതുകൊണ്ടാണല്ലോ, അതൊരു മാർഗദർശി ആയതുകൊണ്ടാണല്ലോ വീണ്ടും 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 എത്രയോ നൂറ്റാണ്ടുകളായി അയ്യപ്പ ഭക്തർ. ഇപ്പോൾ പുരാതന രേഖകളൊക്കെ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ രേഖകൾ തന്നെ നോക്കിയാൽ 1800-കളിലൊക്കെ എഴുതിയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്
ശബരിമലയിലെ ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ഈ കാരണത്തിന് നടുവിലുള്ള അന്ന് വഴി പോലുമില്ല. അന്ന് സായിപ്പ് ഇവിടേക്ക് വരുന്നത് തന്നെ എരുമേലിയിലൊക്കെ വന്ന് ആദ്യം നിലയ്ക്കൽ വന്ന് തിരിച്ചുപോയി ഒടുവിൽ എരുമേലി വഴി കാട് വെട്ടിയൊക്കെ തെളിച്ച് അന്ന് കടന്നു വരുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇവിടെ വരുമ്പോൾ ആ പുരാതനമായ ഒരു ക്ഷേത്രം, ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് 1000-ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ വർഷത്തിലൊരിക്കൽ ജനുവരി മാസം 14-ാം തീയതി എല്ലാ ഭക്തരും, ഏതാണ്ട് 10,000-കണക്കിന് ഭക്തർ ഇവിടെ ഒത്തുകൂടും. അവർ ഒരുമിച്ച് കൂടി 5 ദിവസം ഇവിടെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ നടത്തും. അതിനുശേഷം അവർ തിരിച്ചു പോകും. പിന്നീട് വീണ്ടും അടുത്ത വർഷം ഇതുപോലെ വരും എന്ന് അന്ന് തൊട്ടേ എഴുതി വെച്ചിരുന്നു. അപ്പോൾ എത്രയോ പുരാതനമായ ആചാരങ്ങളാണ് ഈ ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. ഐതിഹ്യമാലയിൽ ഭഗവാന്റെ കഥകൾ പല രീതിയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി വെച്ചിട്ടുണ്ട്. അതിലും പറയുന്നുണ്ട് ഭഗവാൻ എങ്ങനെയാണ് അയ്യപ്പസ്വാമി ഇവിടേക്ക് വന്നത്, എങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ ജനനം, എങ്ങനെയാണ് അയ്യപ്പസ്വാമി, അത് മധുരയിലെ പാണ്ഡ്യരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ്. നമുക്ക് അതൊരു വാസ്തവം ഉണ്ട് എന്ന് തോന്നുന്നു. കാര്യം ആര്യങ്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ പാണ്ഡ്യ രാജ്യവും അയ്യപ്പനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കത് പറയേണ്ടി വരും. കാര്യം അവിടെ പാണ്ഡ്യരാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ മധുരയിൽ നിന്ന് ആൾക്കാർ വന്ന് ഈ മണ്ഡല സീസൺ അവസാനിക്കുന്ന സമയത്ത്, അതായത് ധനുമാസം 11-ാം തീയതി അവിടെ വന്ന് അയ്യപ്പന്റെ തിരുക്കല്യാണം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആര്യങ്കാവ്